സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, പുതിയ ദിനത്തിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 5-ാം തീയതി 2 വായനാ ഭാഗങ്ങളാണ് ഒന്നാമത്തേതായിട്ട് നമുക്കുള്ളത്. അത് 1 ദിനവൃത്താന്തം 20-21 അധ്യായങ്ങളാണ് ആദ്യത്തെ വായനയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ദാവീദിന്റെ സൈന്യാധിപനായ യോവാബ് സൈന്യബലത്തോടെ അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കി അവിടുത്തെ തന്നെ ഒരു പട്ടണമായ ഗ്രേറ്റ് ടൗൺ എന്നാണ് ഈ രബ്ബായെ പറയുന്നത്. രബ്ബായെ വളഞ്ഞ് അതിനെയും നശിപ്പിച്ചു. അവരുടെ രാജാവിൻ്റെ കിരീടം എടുത്ത് ദാവീദിന് വെച്ചു. ദാവീദ് പക്ഷേ ആ യുദ്ധത്തിന് പോയില്ല. ദാവീദ് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ താമസിച്ചിരുന്നു. യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു, പോയില്ല. യോവാബാണ് യുദ്ധത്തിന് പോകുന്നത്. അതിന് ശേഷം അവരെല്ലാവരും മടങ്ങി വന്നു. ദാവീദും സകല ജനം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. പക്ഷെ യുദ്ധത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ ദാവീദ് ഇല്ലായിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് ദാവീദ് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് അവരുടെ രാജാവിൻ്റെ കിരീടം, പൊന്നും ഇതൊക്കെ പിടിപ്പിച്ചിരുന്ന രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കിരീടം എടുത്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ശേഷം ഫെലിസ്ത്യരുടെ യുദ്ധം ഉണ്ടായി. അപ്പം ആ ഫെലിസ്ത്യരുടെ യുദ്ധം ഉണ്ടായപ്പോൾ അതിലൊരു മല്ലനുണ്ടായിരുന്നു. ഒരു മല്ലൻ, അതൊക്കെ 6 വിരലാണ് കാലിലും കയ്യിലും. അങ്ങനെ 20, നമുക്കൊക്കെ 20 ഉള്ളപ്പോൾ അയാൾക്ക് 24 വിരലുണ്ട്. അപ്പം അത് ഈ ഗോലിയാത്തിനെ ഓർപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അയാളെ വെട്ടിക്കൊന്നു. ദീർഘകായന മനുഷ്യനായിരുന്നു, ഗോലിയാത്തിനെ ഓർപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അയാളെയും കൊന്നു. ദാവീദിൻ്റെ കയ്യിൽ അവരൊക്കെയും വിട്ടുപോയി. അവരെയൊക്കെ ദാസന്മാരായി പിടിച്ചുകൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് 21-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത്, അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. അപ്പോൾ ഇസ്രായേലിനെ എണ്ണുക എന്ന് പറയുന്നത് സെൻസസ് ഒക്കെ മുമ്പും എടുത്തിട്ടുണ്ടല്ലോ. അതായത് അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ കാലത്ത് പുറപ്പെട്ട് കുറച്ച് ഭാഗം ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അവരുടെ ഒരു എണ്ണം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പ് മോവാബ് ദേശത്ത് വെച്ചിട്ട് ഒരു സംഖ്യ എണ്ണലെടുക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം യഥാർത്ഥമായിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ എണ്ണൽ ആദ്യകാലങ്ങളിലുള്ള എണ്ണലും മോവാബ് പ്രദേശത്ത് വെച്ച് 38-ാമത്തെ വർഷം, 38-39 ആ കാലയളവിൽ ഒരു എണ്ണലും, 2 പ്രാവശ്യം ഇവർ എണ്ണുന്നുണ്ട്. അത് എണ്ണുന്നതൊരു തെറ്റല്ല. പക്ഷെ ഇവിടെയും അങ്ങനെ ഒരു എണ്ണൽ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടെ അതൊരു കുറ്റമായി മാറുന്നത് എന്നുള്ളതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. ഇതേ കാര്യം ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 1, 2 ശമൂവേൽ 24-1 അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം യഹോവ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. ഒരേ സന്ദർഭം തന്നെയാണ്, 2 സന്ദർഭങ്ങളല്ല, ഒരേ കാര്യം തന്നെയാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും ഈ പുസ്തകത്തിൽ ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 2 ഒരേ കാര്യം തന്നെയാണ്. ഇവിടെ സാത്താനാണ് ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നത് പറയുമ്പോൾ അവിടെ ദൈവമാണ് ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നത് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവത്തെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സൃഷ്ടി എന്ന തരത്തിൽ ഒരു സാത്താനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിന് സൃഷ്ടിയല്ലാത്ത ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാം, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തിന് തുല്യനായ ഒരു സാത്താനെയും ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അപ്പം അതിന് ദൂതൻ വെട്ടേറ്റ് വീണതും ഒക്കെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ ഭാഗങ്ങൾ യെശയ്യാ പ്രവാചകൻ 14 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഹെസ്കേൽ പ്രവചനത്തിലെ ആ അധ്യായവും സോറിനെക്കുറിച്ച് പറയുന്ന കാര്യത്തിലും, സോറിനെക്കുറിച്ച് പറയുന്ന 3 അധ്യായങ്ങൾ 3-ാമത്തെ അധ്യായം വായിക്കുന്നിടത്തും ഒരിടത്ത് ബാബേൽ രാജാവിനെ കുറിച്ചാണെന്നും മറ്റൊരിടത്ത് സോറിന രാജാവിനെ കുറിച്ചാണെന്നും, നീ മനുഷ്യനായിരിക്കെ ദൈവഭാവം നടിച്ചു, നീ മനുഷ്യനായിരിക്കുന്നതല്ല, ദൂതനായിരിക്കുകയല്ല, മനുഷ്യനായിരിക്കുക. അപ്പോൾ ആ ദൂതനല്ല വെട്ടേറ്റ് വീണതൊന്നും.
അത് നെബൂഖദ്നേസർ എന്ന രാജാവായ മനുഷ്യനായ രാജാവും സോറിലെ മനുഷ്യനായ രാജാവിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സാത്താൻ എന്നൊരു മറ്റൊരു വലിയൊരു ശക്തി ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഒരു ആളായിട്ട്, ഒരു വ്യക്തിത്വമുള്ള ഒരാളായിട്ട് ഇല്ല എന്നുള്ളതിന് തെളിവ് കാണിക്കുന്ന വിവിധ ബൈബിൾ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ 2 ഭാഗങ്ങൾ, ഈ സന്ദർഭം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അത് ഞാൻ തൽക്കാലം അത് മാറ്റിവെക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അത് പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഈ എണ്ണലിനെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥയുള്ളത്, എണ്ണുകയാണെങ്കിൽ എണ്ണപ്പെടുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള വീണ്ടെടുപ്പ് വില, ഒരാൾക്ക് ഇത്രയെന്ന് പറഞ്ഞുള്ള വീണ്ടെടുപ്പ് വില കൊടുത്തുകൊണ്ട് മാത്രമേ ഒരാളെ എണ്ണാവൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ആ വ്യവസ്ഥയൊന്നും പാലിക്കാതെ ആണ് എണ്ണൽ നടക്കുന്നത്. പക്ഷെ ഇത് ദൈവത്തിന് അനിഷ്ടമായി എന്നുള്ളത് കൊണ്ട് 7-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനെ ബാധിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോപം ദൈവത്തിന് ഉണ്ടായി എന്ന് മനസ്സിലായിട്ട് ദാവീദ് ദൈവത്തോട് ക്ഷമ ചോദിക്കും. ഞാൻ വലിയൊരു ഭോഷത്വം ചെയ്തു പോയി, അടിയനോട് ക്ഷമിക്കണമെന്ന് പറയും. ദൈവം ദാവീദിനോട് പറയാൻ വേണ്ടി ഗാദ് പ്രവാചകനോട്, ദർശകനായ ഗാദിനോട് പറഞ്ഞു, ദാവീദിനോട് പറയണം, ഞാനൊരു 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്, ശിക്ഷയുണ്ട്, 3 ഓപ്ഷൻസ് തരാം, അതിൽ ഒരു ഓപ്ഷൻ നീ തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് പറയും. അത് ഇതാണ്: 3 വർഷത്തെ ക്ഷാമം 1, 2 നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളെ നശിക്കും. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, ദൈവത്തിൻ്റെ വാളായ മഹാമാരി ഉണ്ടായ ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തോളം പറയും. പക്ഷെ ദാവീദിന് ഇതിൽ 3 തിരഞ്ഞെടുക്കാൻ, 3-1 പോലും തിരഞ്ഞെടുക്കാനുള്ള ശക്തിയില്ലായിരുന്നു. ദാവീദ് പറഞ്ഞു, ഈ വലിയവനായ ദൈവത്തെ ഇത് കാര്യത്തിൽ ഞാൻ എന്ത് പറയാൻ, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ വലുതല്ലോ, ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അത് താനൊരു തിരഞ്ഞെടുക്കാതെ അത് ദൈവത്തിന് വിടുകയാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ട ഒരു ദൂതനെ അയച്ചിട്ട് അവൻ അവിടെ ഇസ്രായേലിൽ 70,000 പേര് അവൻ ആ മഹാമാരി അയച്ചിട്ട് മരിക്കുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ ദൂതനാൽ. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ട ഒരു ദൂതനെ അയച്ചു. അവൻ വീണ്ടും നശിപ്പിക്കാൻ ഭാവിക്കുമ്പം ദൈവം കണ്ടിട്ട് പറഞ്ഞു, മതി എന്ന് പറഞ്ഞു, നീ എൻ്റെ കൈ പിൻവലിക്കുക. അപ്പോൾ 70,000 പേര് മരിച്ചു. അവിടെ വെച്ച് അത് അവസാനിപ്പിക്കാൻ പറഞ്ഞു. ദാവീദ് തലപൊക്കി നോക്കുമ്പോൾ ഈ യഹോവയുടെ ദൂതൻ വാളുകൂരി യെരൂശലേമിന് മീതെ നിൽക്കുന്നതും ആകാശത്തിന് മീതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പം തന്നെ ദാവീദ് മൂപ്പന്മാർ രട്ടുകൊടുത്ത് സാഷ്ടാംഗം വീണ് ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞത് ഞാനല്ലേ? ദൈവമേ, ഈ പാവങ്ങളായ മനുഷ്യരെ എന്ത് പിഴച്ചു? അവരുടെ കുറ്റം അവരുടേതല്ല, എൻ്റെ കുറ്റമാണല്ലോ. എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന് മേലും ആ കുറ്റം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ദൂതനോട്, ഗാദിനോട് ചെന്ന് പറയും, യെബൂസിനായ യോർദാൻ്റെ കളത്തിൽ യെബൂസിനായ ഓർന്നാൻ്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ദാവീദ് ഓർന്നാൻ്റെ കളത്തിൽ ചെന്നു. യോർദാൻ്റെ സ്ഥലം ചെന്നപ്പോഴത്തേക്ക് ഓർന്നാൻ ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ദാവീദ് പറഞ്ഞപ്പോൾ, ഇല്ല, ഇത് എടുത്തുകൊള്ളുക, ഞാൻ സൗജന്യമായി നിനക്ക് തരാമെന്ന് പറയുന്നു. ഇല്ല, ഞാനത് പണം കൊടുത്തേ വാങ്ങുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ കൊടുക്കുന്നത് ഹോമയാഗത്തിന് കാളകളെ കൊടുക്കുന്നുണ്ട്, വിറകിന് മെതിവണ്ടികളെ കൊടുക്കുന്നുണ്ട്, ഭോജനയാഗത്തിന് ഗോതമ്പിനെയും കൊടുക്കും. അപ്പോൾ ആ കാളകൾ ഉപയോഗിച്ചിരുന്ന വണ്ടി, തടി കൊണ്ടുള്ള വണ്ടി, പിന്നെ ഗോതമ്പും ഇതെല്ലാം തരുന്നുണ്ട്. പിന്നെ ആ സ്ഥലവും യോർദാൻ്റെ കളവും ഇതെല്ലാം കൂടെ അവിടെ എഴുതിയിരിക്കുന്നത് 600 ശേക്കൽ പൊന്ന് ഓർന്നാന് കൊടുത്താണ് വാങ്ങിയെന്ന്. എന്നാൽ 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന 50 ശേക്കൽ എന്നാണ്. അപ്പം ഇവിടെ 600 ശേക്കൽ എന്ന് പറയുന്നു, അവിടെ 50 ശേക്കൽ എന്നാണ്. അത് ചിലപ്പം ഇങ്ങനെയായിരിക്കാം, കളമുണ്ട്, കാളകളുണ്ട്, അതിൻ്റെ വണ്ടികളുണ്ട്, അതുപോലെ ഗോതമ്പുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തുള്ള വിലയായിരിക്കാം 600 ശേക്കൽ. അവിടെ 50 ശേക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിലത്തിൻ്റെ വില മാത്രമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം അല്ല, തെറ്റിപ്പോയതല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ചില കാര്യത്തെ സംബന്ധിച്ച് നിലത്തിൻ്റെ വില മാത്രമായിരിക്കാം 50 ശേക്കൽ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ
കാളകളുടെയും മറ്റുമുള്ള വില മാത്രമായിരിക്കും 50 ശേക്കലിന് അവിടെ പറഞ്ഞത്. ഇവിടെ ഈ മൊത്തം ഭൂമിക്കും അതുപോലെ കാളകളുടെയും അതിൻ്റെ വണ്ടിയുടെയും ഗോതമ്പിൻ്റെ എല്ലാം കൂടെ വില ചേർത്തിട്ടാണ് ഇവിടെ 600 ശേക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു പീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമായി അരുളി ചെയ്തു. യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തൻ്റെ വാൾ വീണ്ടും മുറയിലിട്ടു. അപ്പോൾ ആ ഒരു സംഹാരം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് അവിടെ യാഗം അർപ്പിക്കാൻ ദാവീദിനോട് പറയുന്നത്. ദാവീദ് ആ കൽപ്പന ശിരസാ വഹിച്ചു പൂർണ്ണമായും ആ സ്ഥലത്ത് തന്നെ. യോർദാൻ്റെ കളം എന്ന് പറയുമ്പോൾ യോർദാൻ്റെ കളം ദാവീദിൻ്റെ സ്വന്തം കളമല്ല, വേറൊരാളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന കളമാണ്. ആ കളത്തിൽ പോയി ചെയ്യുകയല്ല, മറിച്ച് അത് വാങ്ങി അവിടെ തന്നെ ഒരു ഇത് ചെയ്തു എന്നാണ്. ആ കാലത്ത് യെബൂസിനായ യോർദാൻ്റെ കളത്തിൽ വെച്ച് യഹോവ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലെന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമയാഗപീഠവും അന്ന് ഗിബയോനിലെ പൂജാഗിരിയിലായിരുന്നു. അപ്പോൾ ആ ഗിബയോനിലെ പൂജാഗിരിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിന്നീട് ഇവിടെയാണ് യെരുശലേം ദേവാലയം പണിയപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഈ ഓർന്നാൻ്റെ കളത്തിൽ എടുത്ത് ഈ ഓർന്നാൻ്റെ പേര് വേറൊരു സ്ഥലത്ത് അരവന എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൽ അരവന എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അരവന എന്നാണ് ഈ ഓർന്നാൻ്റെ മറ്റൊരു പേര് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് തന്നെയാണ് യെരുശലേമിൽ, അത് ശലോമോന്റെ കാലത്താണ്. ശലോമോൻ യെരുശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഓർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിനും ഒരു തെളിവിടെ അവിടെ ലഭിക്കുകയാണ്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിലൊക്കെ തൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം ആണ് പണി തുടങ്ങിയത്. അപ്പോൾ യെരുശലേം ദേവാലയം പണിയപ്പെട്ടത് ദാവീദ് ഈ ഗിബയോനിലെ സ്ഥലത്ത് നിന്ന് യാഗപീഠമൊക്കെ ഇങ്ങോട്ട് മാറ്റിയ സ്ഥലത്ത് തന്നെ ശലോമോൻ രാജാവ് ദൈവാലയം പണിയാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ ദൈവാലയം പണിഞ്ഞു എന്നുള്ള കാര്യവും ഞാൻ ഈ പറഞ്ഞതിലൂടെ തെളിവുകൂടെ ഞാനിവിടെ വെക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ഓർന്നാൻ്റെ കളത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യം ഭാവിയിൽ ദൈവത്തിൻ്റെ ആലയമായ യെരുശലേമിലെ ദൈവത്തിൻ്റെ ആലയം പണിയപ്പെട്ട സ്ഥലം ഈ ഓർന്നാൻ്റെ കളം ആയിരുന്നു എന്നുകൂടിയുള്ള ഒരു അറിവ് കൂടെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അരവന എന്ന് കാണുന്നത്, അതിലൊരു തിരുത്തുള്ളത്, അരവന എന്ന് കാണുന്നത് 2 ശമൂവേൽ 24-ാം അധ്യായത്തിൻ്റെ 16-18 വാക്യങ്ങൾ, 2 ശമൂവേൽ 24-ാം അധ്യായം 16-18 വാക്യങ്ങളിൽ ആണ് ഇത് ഈ പേര് ഓർന്നാനത്തെ പേര് അരവന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സന്ദർഭം തന്നെ യഹോവയുടെ കോപം ഇസ്രായേലിന് വിരോധമായി എണ്ണുക എന്ന് ദൈവം ഇസ്രായേലിന് വിരോധമായി എണ്ണുവാൻ തോന്നിച്ചു, ദാവീദിന് തോന്നിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നിടത്താണ് അരവന എന്ന പേര്, ഓർന്നാൻ്റെ പേര് അരവന എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2-ാമത്തെ വായനാ ഭാഗം എസ്കേൽ പ്രവചനം 31-ാം അധ്യായം. ഇവിടെ മിസ്രയീം രാജാവായ ഫറവോനോട് അവൻ്റെ പുരുഷാരത്തോടും പറയണം എന്ന് പറഞ്ഞ് ദൈവം എസ്കേൽ പ്രവാചകനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പറയേണ്ടത് മിസ്രയീം രാജാവായ ഫറവോനോട് അവൻ്റെ പുരുഷാരത്തോടുമാണ്. പറയേണ്ടത് അശൂരിനെ സംബന്ധിച്ചാണ്. നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്. അശൂര്, നീ നോക്ക്, അശൂര് ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നല്ലോ അശൂർ ലെബനോനിൽ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ അശൂര് അതിൻ്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി, ആഴി അതിനെ ഉയരുമാറാക്കി, അതിൻ്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി. അപ്പം അശൂരിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ, അതായത് ആ രാജ്യത്തിൽ, എൻ്റെ രാജ്യത്തിൽ അതിലെഴുതിയിരിക്കുന്നത് ആ മരത്തെ അതിൻ്റെ പറവുകളൊക്കെയും കൂടുണ്ടാക്കി, അതിൻ്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗങ്ങളൊക്കെയും പെറ്റുകിടന്നു, അതിൻ്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. അപ്പോൾ ഇത് മറ്റു രാജ്യങ്ങളും മനുഷ്യരുമൊക്കെ അശൂരിനെ ആശ്രയിച്ചിരുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ വായിക്കുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇസ്രായേലിനോ യഹൂദായ്ക്കോ ആ, അതിന് മേളിൽ വളരാൻ കഴിഞ്ഞില്ല. അവരതിനേക്കാളും ഉയർന്ന് നിന്നു എന്നാണ് വായിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ രാജ്യങ്ങളായ യഹൂദായോ അല്ലെങ്കിൽ ഇസ്രായേലോ അതിനേക്കാളുമൊക്കെ ഉയർന്ന പ്രതാപവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു അശ്ശൂര്. എന്നിട്ട് ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നില്ല. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിനെ ഭംഗി വരുത്തിയിരുന്നതിനാൽ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ എന്ന് പറയുന്നത് ഏദനിലെ മരങ്ങളോടല്ല, ഈ ദൈവജനത്തോടാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ താഴോട്ട് പറയുന്നത് അത് വളർന്നു പൊങ്ങി വളരെ വളർച്ചയിൽ അത് ഗർവിച്ചു പോയത് കൊണ്ട് ഞാൻ അതിന് ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടിത്തള്ളിയിട്ട് അതിൻ്റെ കൊമ്പുകൾ മലകളിൽ എല്ലാ താഴ്വരകളിലും വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാട്ടുമൃഗങ്ങളൊക്കെ അതിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എല്ലാവരും അതിനെ ഉപേക്ഷിക്കുകയാണ്. കാരണം അവിടെ നിൽക്കാനൊക്കെ ഇല്ല. അതിനെ ആശ്രയിക്കാൻ പറ്റാതെ വണ്ണം ആ രാജ്യത്തെ തകർക്കുകയാണ്, അല്ലെങ്കിൽ തകർക്കപ്പെടുകയാണ്. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിലല്ല ഖണ്ഡികയിൽ പാരഗ്രാഫിൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഒരു വിലാപം കഴിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് അതിനെ വായിക്കുന്നത്. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബനോനെ കറുപ്പൊടിപ്പിച്ചു. അപ്പോൾ ഈ കറുപ്പൊടിപ്പിച്ചു എന്നൊരു പ്രയോഗം യെരമ്യാ പ്രവാചകൻ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും മലാഖി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ലും ഈ കറുപ്പെടുത്തു അല്ലെങ്കിൽ കറുപ്പൊടുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ഇപ്പോൾ 32-ാം അധ്യായത്തിൽ മിസ്രൈം രാജാവിനെ കുറിച്ച് പറയുന്നിടത്തും രണ്ടിടത്തും അതിലെ നക്ഷത്രങ്ങളെ കറുപ്പൊടിപ്പിക്കും, നിന്റെ നിമിത്തം ജ്യോതിഷികളെയൊക്കെയും കറുപ്പൊടിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പോൾ കറുപ്പൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു കഷ്ടകാലത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ കഷ്ടകാലം വരുമ്പോൾ ആൾക്കാർ കറുപ്പൊടുക്കും. അപ്പം നമ്മുടെ നാട്ടിലും കറുപ്പൊടുക്കുന്ന ഇത് ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും എപ്പോഴും കറുപ്പൊടുക്കും, ഉത്സവത്തിനും കറുപ്പൊടുക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഒരു 10-20-25 വർഷമൊക്കെ മുമ്പൊക്കെ ഉള്ള സമയത്ത് കറുപ്പൊടുക്കുന്നത് കഷ്ടത വരുമ്പോഴാണ്, മരണം വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടകാലം വരുമ്പോൾ ഒക്കെയാണ്. അപ്പോൾ ഈ ശബരിമലയൊക്കെ പോകുമ്പോൾ ആൾക്കാർ മുമ്പ് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ കറുപ്പെടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം 40 ദിവസത്തെ വ്രതമാണ്. അതൊരു കഠിന വ്രതം നോക്കുന്നൊരു സമയമാണ്, കഷ്ടത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് അവർ കറുപ്പെടുക്കും. ശബരിമല പോയിട്ട് വരുന്നതുവരെയും കറുപ്പെടുക്കും. കാരണം വെച്ചാൽ ആ വരാനിരിക്കുന്ന ദുർഘടമായ പാതകളിൽ ഒക്കെയും വേണ്ടി അവരെ മനസ്സൊരുക്കുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർക്ക് തന്നെ ഈ കറുപ്പെടുത്ത് അവർ തന്നെ കാണുമ്പം ഞാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണിത്, എനിക്ക് മറ്റ് ലൗകികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ശരീരത്തിൽ തന്നെ കറുപ്പെടുക്കുന്നവർ. അപ്പോൾ ആ 40 ദിവസത്തെ വ്രതവും 40 ദിവസത്തിൻ്റെ അവസാനം ആ 3 മലകൾ കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കതിൽ അവിടെ കാട്ടുമൃഗങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ മനസ്സുകൊണ്ട് ഒരുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് അത് പക്ഷേ കഷ്ടം വന്നിട്ടില്ല. പക്ഷേ ആ ഒരു കഷ്ടമുള്ള സമയമാണ്, അല്ലെങ്കിൽ ദുർഘടങ്ങളുള്ള സമയമാണ്. അതിനെ നേരിടാൻ മനസ്സിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കറുപ്പെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കറുപ്പെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കഷ്ടം വന്ന സമയത്ത്, മരണം വന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ ഗതികെട്ടൊരു സമയത്ത് മനുഷ്യൻ ഉടുക്കുന്നതാണ് കറുപ്പ്. ആ കറുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, കറുപ്പൊടിപ്പിച്ചു എന്ന്. അപ്പോൾ ലെബനോൻ ഇവിടെ കറുപ്പൊടിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിനെ പാതാളത്തിൽ തള്ളിയിട്ടു. പിന്നെ താഴോട്ട് അവൻ്റെ ഇതിനെ സംബന്ധിച്ച് തന്നെ ഇത് എന്നിട്ട് എൻ്റെ അവസാനം കാണുന്നത് നമ്മൾ അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങൾ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹതന്മാരായവരോടുകൂടി നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന യഹോവയുടെ കർത്താവ് അരുളപ്പാട്. അപ്പോൾ ലെബനോനെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിലും അതിൻ്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവ. അപ്പോൾ ഈ പറഞ്ഞ പ്രതാപമുള്ളത് അഹങ്കാരം കാണിച്ചതുകൊണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ട് നീയും അതുപോലെ തന്നെ വീഴും എന്നാണ്.
നമ്മൾ 32 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് 12 ആണ്ട് 12 മാസം 1 തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനെ കുറിച്ചൊരു വിലാപം തുടങ്ങിയെന്നാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലെബനോനെ കുറിച്ച് ഇവിടെ പറഞ്ഞെങ്കിലും, അല്ലെങ്കിൽ അശ്ശൂരിനെ കുറിച്ച് ഇവിടെ പറഞ്ഞെങ്കിലും, 30 അധ്യായം നമ്മൾ വായിക്കുന്നത് മിസ്രൈമിനോടുള്ള പ്രവചനമാണ്. 32 നമ്മൾ വായിക്കുന്നത് മിസ്രൈമിനോടുള്ള പ്രവചനം. അതിനിടയ്ക്കാണ് ഈ 31 അധ്യായം വന്നിരിക്കുന്നത്. 31 അധ്യായം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് മിസ്രൈമിനോട് തന്നെയാണ്. പക്ഷേ മിസ്രൈമിൻ്റെ മുമ്പിൽ ഒരു ഉദാഹരണം വെക്കുന്നതാണ് അശൂരിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം. അതുപോലെ അവരെയും ഞാൻ അങ്ങനെയാക്കി, അല്ലെങ്കിൽ അവരും എല്ലാ മേന്മകളും എല്ലാ പ്രതാപവും ഞാൻ അവർക്ക് ഉണ്ടായിരുന്നതാണ്, അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നാൽ പക്ഷെ അവരും ദൈവത്തെ അന്വേഷിക്കാതെ അവർ നിഗളിച്ച് പോയത് കൊണ്ട് അവരെ ഞാനാക്കി, അതുപോലെ നിന്നെയും ആക്കും എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ആകെ തുക, അല്ലെങ്കിൽ എൻ്റെ ഒരു സത്ത എന്നുള്ളത്. മൂന്നാമത്തെ വായനാഭാഗം നമ്മൾ ഇന്ന് പുതിയ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. അത് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം. എഫെസോസ് എന്ന സ്ഥലത്ത് എഫെസോസിലെ സഭ, എഫെസ്യ സഭയ്ക്ക് എഴുതിയ കത്താണ്, അല്ലെങ്കിൽ ലേഖനമാണിത്. ഇത് പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയത്. അവിടെ ഇത് റോമയിൽ തടവിലായിരിക്കുമ്പോഴാണ് ഇത് എഴുതിയതെന്നാണ് പൊതുവെയുള്ള അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ജനത്തെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ജനത്തെ, അതായത് ഈ ജനത്തിന് അവരെ അതിൽ നിന്ന് വിടുവിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിൽ കടന്നുപോയ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നതെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബലം തരുന്ന, ഉൾക്കാഴ്ച തരുന്ന ഒരു അധ്യായം കൂടിയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി കാണുന്നത് അവിടെ അവർക്ക് വന്നുപോയ ചില പിഴവുകളെ, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഈ നല്ല ദാനത്തെ ആ തരത്തിൽ അവർ ഗ്രഹിക്കാതെ അവരത് വില കുറച്ച് കാണുന്ന ഒരു ഭാഗത്തിനെ അവരെ കറക്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ തുടക്കത്തിൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ, യേശുക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ വിലയേറിയ സമ്പത്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് എഫെസോസിലുള്ള ആൾക്കാരെ, വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് വന്നു കയറിയതും വഴിതെറ്റി വന്നതും ഒന്നുമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. അത്ര വിലയേറിയതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് അവരോട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമുക്ക് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. ഇതും അവർ മാത്രമല്ല, നമ്മളും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ബലം എന്തുമാത്രമുണ്ട്. ഇതെങ്ങനെയാണ് നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുക? അപ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്ന തരത്തിലേക്ക് എഫെസോസിലെ ജനം പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതേണ്ടി വരുന്നത്. നമുക്കിതെങ്ങനെയാണ് കണക്റ്റ് ആകുന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. പഴയ നിയമത്തെ കാലത്ത് ആർക്കും ലഭിക്കാത്ത ഈ മർമ്മം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ചുരുക്കം ആളുകളായിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ ലോകത്തിന് ലഭിക്കാത്ത ഒരു സംഗതി നമുക്ക് ലഭിച്ചിരിക്കുന്ന തക്ക തരത്തിൽ ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന കൃപാധനം, ധാരാളമായി കാണിച്ച കൃപാധനം,
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളോട് കാണിച്ചെങ്കിൽ ആ പ്രസാദത്തിന് തക്കവണ്ണം നമ്മൾ ജീവിക്കേണ്ടതല്ലയോ, അതിന് വാല്യൂ കൊടുക്കേണ്ടതല്ലയോ എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് അതായത് പൗലോസ് അപ്പോസ്തലൻ, ഞാനും നിങ്ങൾക്ക് കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തതിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും, അപ്പം അതിൻ്റെ കുറവാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിജ്ഞാനവും ജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇന്ന് ആയിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങളാകില്ല. മറിച്ച് അങ്ങനെ ലഭിക്കുവാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയേണ്ടത്. അങ്ങനെയൊക്കെ ആകുന്നതിന് അവൻ്റെ അളവറ്റ ശക്തി ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ലിസ്റ്റാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് നമ്മളിപ്പോൾ വായിച്ചത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുക. അപ്പോൾ ദൈവം ഉയർപ്പിച്ചതാണ് യേശു ക്രിസ്തുവിനെ. അത് വീണ്ടും ഇവിടുത്തെ എഴുതിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ദൈവം ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മേലെ ഇരുത്തുകയും ആരെ? ക്രിസ്തുവിനെ സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ, അത് നമുക്ക് വായിക്കാൻ പറ്റുന്നത് സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സർവ്വം അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവല്ലോ എന്ന്. അപ്പം ദൈവം യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴ് എല്ലാത്തിനെയും ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വാക്യമാണത്. സർവ്വം അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവനാരാ? ദൈവത്തിൻ്റെ നിറവായിരിക്കുന്ന തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ക്രിസ്തുവിനെ. അപ്പോൾ ഇത് നമ്മൾ എത്ര കണ്ട് ഇതിനെ വായിച്ചിട്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ശരിയായ അറിവിലേക്ക് വരികയും ആ അറിവ് വിശ്വസിക്കുകയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ വീണ്ടും ഇവിടെ പറയുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നാം എല്ലാവരും മുമ്പേ 2-ാമത്തെ അധ്യായത്തിലെത്തി 3-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്വം, എന്നിട്ട് അവിടെ പറഞ്ഞ ഒരു ബ്രാക്കറ്റിലിട്ടിട്ട് പറയുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവനോടുകൂടി ജീവിപ്പിക്കപ്പോൾ എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ എന്തോ കഴിവുകൊണ്ടാണ് നമ്മളൊക്കെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിൽ നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ആരെ? നമ്മളെ. എഫെസോസിലെ ജനത്തോടാണ്, വിശ്വാസികളാണ് പറയുന്നത്, നമുക്കും ബാധകമാണ്. അപ്പം അങ്ങനെ നമ്മളെയും ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണോ? നമ്മൾ ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ സ്നാനത്തിലൂടെ സംഭവിക്കുന്നൊരു കാര്യം, സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് എന്താ? യേശു ക്രിസ്തു മരിച്ചതിൻ്റെ ആ മരണത്തിൽ നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മരിച്ചോ? നമ്മൾ മരിച്ചിട്ടില്ല. എന്നാൽ സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും സാദൃശ്യപ്പെടുകയാണ്. ഒരിക്കലും നമ്മൾ മരിച്ചുമില്ല, അടക്കപ്പെട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റുമില്ല. പക്ഷേ ആ മരിച്ചതുപോലെ, അടക്കപ്പെട്ടതുപോലെ, ഉയർത്തെഴുന്നേറ്റതുപോലെ ദൈവം നമ്മളെ കാണുകയാണ് എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നതാണ്. അതാണ് പറയുന്നത്, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവം സ്വർഗത്തിലിരുത്തിയിരിക്കുന്നതിനോടൊപ്പം ആ സ്നാനത്തിൻ്റെ പ്രക്രിയയിലൂടെ, യഥാർത്ഥ മാനസാന്തരത്തിലൂടെ, യഥാർത്ഥ ഹൃദയപ്രകാരം വിശ്വാസത്തിലൂടെ നമ്മളെയും ആ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തുവിനോടുകൂടി ഇരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ജനമേ, നിങ്ങളെങ്ങനെയാണ് പിന്തിരിഞ്ഞു പോകുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ഇതെല്ലാം അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മളെയും ബോധ്യപ്പെടുത്തുകയാണ് ലഭിച്ചിരിക്കുന്ന ഈ ദാനം എത്ര വലുതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ദൈവത്തിൻ്റെ വലിപ്പം കണ്ടാലേ നമുക്കിതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവത്തിൻ്റെ വലിപ്പം എന്താണ്, ദൈവത്തെ കാണേണ്ട പോലെ വലിയ വലിപ്പത്തിൽ കണ്ടാൽ മാത്രമേ ഏറ്റവും ചെറുതായിരിക്കുന്ന നമുക്കിത് ലഭിക്കാൻ എന്ത് യോഗ്യത എന്ന് നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ
കാണണം, ദൈവത്തിൻ്റെ വലിപ്പം കാണണം. അവിടെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കുന്നൊക്കെയുള്ളൂ. അപ്പം നമ്മളെപ്പോലെ ഒരു ആളായിട്ട് ദൈവത്തെ കണ്ടാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഒരു മനുഷ്യനായിട്ട് ദൈവത്തെ കണ്ടാൽ, അപ്പോൾ അവിടെയൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദാനത്തെ, ക്രിസ്തു സഹിച്ച യാഗത്തെ ഒന്നും നമുക്ക് വില കാണാനൊക്കത്തില്ല. അപ്പോൾ അത് കാണണമെങ്കിൽ ആ യാഗത്തിൻ്റെ വലിപ്പം, ആരും ഏൽക്കാത്ത ഒരു യാഗം, ക്രിസ്തു ഏറ്റ യാഗത്തെ നമ്മൾ ആ വലിപ്പത്തിൽ കാണണം. അങ്ങനെ ചെയ്ത അനുസരണയുള്ള മകനെ ദൈവം 3 ദിവസം പോലും മരിച്ചിരിക്കാതെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തെ നമ്മൾ കാണണം. ഇതെല്ലാം കാണാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനും ഇതിൽ നിൽക്കാനും കഴിയുള്ളൂ. അപ്പം അതുതന്നെയാണ് ഇവിടെ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂവിനെ കുറിച്ച് ബോധിപ്പിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. നമ്മൾ ഓരോരുത്തരും കാരണമേ അല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പം, ദാനം എപ്പോഴും എങ്ങനെയാണ്, യോഗ്യത ഉണ്ടാകണമെന്നില്ല ദാനം ലഭിക്കാൻ. ദാനം സൗജന്യമായി ലഭിക്കുന്നതാണ്. നമ്മൾ വില കൊടുക്കുന്നില്ല അതിന്, നമ്മളാരും ഒരു വില കൊടുക്കുന്നില്ല. വില കൊടുത്ത ക്രിസ്തുവാണ്. ക്രിസ്തു കൊടുത്ത വിലയ്ക്കാണ് നമുക്ക് ഇത് സൗജന്യമായി ദാനമായി ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളും കൊണ്ടല്ല, അങ്ങനെ പ്രവൃത്തി കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ പ്രശംസിക്കും. അപ്പം അങ്ങനെ പ്രശംസിക്കാനും നമുക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. നമ്മൾ മുമ്പ് പ്രകൃതിയാൽ ജാതികളായിരുന്നു. അവിടെ പറയാൻ, നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ അഗ്രചർമ്മികളായിരുന്നു, അഗ്രചർമ്മക്കാരെന്നാണ് ഈ പരിച്ഛേദനക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ആര്? നമ്മളൊക്കെ. എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്നതാണെങ്കിൽ ഇന്നത് എഫെസോസിലെ സഭയോടില്ല. എഫെസോസിലെ സഭയ്ക്ക് ഇപ്പോൾ എഴുതിയെന്ന് നമ്മൾ വായിച്ചിട്ടും കാര്യമില്ല. ഇത് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്നെങ്കിലും നമുക്കിത് എത്രത്തോളം ബാധകമാകുന്നു എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മുമ്പ് ക്രിസ്തുവിനെ കൂടെ, നമ്മൾ ഓരോരുത്തരും മുമ്പ് ക്രിസ്തുവിനെ ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു. ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു ബന്ധവുമില്ല, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവർ പോലുമായിരുന്നു. അങ്ങനെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവത്തോട് സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. യേശുക്രിസ്തു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതുപക്ഷം? ഇസ്രായേൽ എന്ന ദൈവമക്കളെയും ജാതികളായിരുന്ന നമ്മയും ഒരുമിച്ചാക്കിയത്, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മളെ ചേർക്കാൻ ഇടയാക്കിയ ഒരു വ്യക്തിയാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി. ന്യായപ്രമാണം നീക്കി എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം ശത്രുത്വം നീക്കി. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും, ഏത് പക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേലിനെയും ജാതികളെയുമാണ്. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും, സമീപത്തുള്ളവർ ഇസ്രായേലിലും ദൂരത്തുള്ളവർ ജാതികളും ആയിരുന്നവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്, ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ജാതികളിൽ നിന്ന് വന്ന എഫെസോസിലെ സഭയിലുള്ള വിശ്വാസികളും ഈ ഇന്ന് ജാതികളായി നമ്മൾ ഓരോരുത്തരും ജാതിയായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ആയിരിക്കും നമ്മളും. നിങ്ങൾ ഇനി പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഈ ബോധ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയ്ക്ക് കത്തെഴുതുന്നത്. അതിൽ ആ ഒരു വാല്യൂ അവർ കാണാത്തത് കൊണ്ടാണ്, മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, ആ വാല്യൂ, മൂല്യം, ഇതിൻ്റെ വില അവർ മനസ്സിലാക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെയും പറയേണ്ടി വരുന്നത്. പക്ഷെ അത് പറഞ്ഞത് ശേഷം ജീവിച്ച എത്രയോ തലമുറകൾക്ക് ഈ പുസ്തകം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അവർക്കും ആ വാല്യൂ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്കും ഇതിൻ്റെ വാല്യൂ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൻ്റെ വലിപ്പം, മൂല്യം, വാല്യൂ
ദാനത്തിൻ്റെ വില ഒക്കെ മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നുണ്ട് ഈ ലേഖനം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു എന്ന് പറയുമ്പം താഴെ ഒരു വാക്യം കൂടെ വായിക്കാം. അവനിൽ കെട്ടിടം മുഴുവനും വ്യക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അവിടെ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും മക്കളായ ഇസ്രായേലരായിരിക്കുന്നവരെയും ജാതികളായി വിശ്വാസത്തിലേക്ക് വന്നവരെയും ദൈവം രണ്ടായി കാണുന്നില്ല, ഒന്നായി തന്നെ കാണുന്നുള്ളൂ ക്രിസ്തു യേശുവിലൂടെ. പക്ഷെ രണ്ടുപേർക്കും ക്രിസ്തു ഉണ്ടാകണം. പാരമ്പര്യമായി വിശ്വാസത്തിലായിരിക്കുന്ന ഇസ്രായേലിനും ജാതിയിൽ നിന്ന് വരുന്നവർക്കും രണ്ടുപേർക്കും ക്രിസ്തു ഉണ്ടാകണം. ക്രിസ്തു ഇല്ലാത്ത യഹൂദനും ഒരു വിലയില്ല. ക്രിസ്തു ഉള്ളത് കൊണ്ട് ആണ് ജാതികൾക്ക് ആ വില വരുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത് പുതിയ നിയമവും പഴയ നിയമവുമാണ്. അപ്പോസ്തലന്മാർ പുതിയ നിയമത്തിൻ്റെ ഭാഗത്തും പ്രവാചകന്മാർ പഴയ നിയമത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം ഇവിടെ അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി ജാതികളിലേക്കാണ് പോയത്. പത്രോസ് ഒഴിച്ച് ചിലരെ ഒഴിച്ച ബാക്കിയൊക്കെയും ജാതികളിലേക്കാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവൃത്തി മുഴുവൻ ജാതികളിലേക്കാണ്. അപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന പുതിയ നിയമം എന്ന് പറയുന്ന ജാതികളുടെ ചേർന്ന് വരുന്നതിനിടയാക്കുകയും പഴയ നിയമം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന ദൈവജനതയുടെ കാലത്തെയും പറഞ്ഞിട്ടാണ് പറയുന്നത്. അവരെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്നാണ്. അവർ രണ്ടായിട്ട് കാണുന്നില്ല. ഇപ്പം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദിയർ അവർ ലോകത്തെ മെച്ചപ്പെട്ട ജനക്കൂട്ടമായി കണ്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ക്രിസ്തു ഇല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം പേരും. ക്രിസ്തു ഉണ്ടെങ്കിലോ ഉള്ളത് തന്നെ തെറ്റായ വിശ്വാസത്തിലാണ് അവർ ക്രിസ്തുവിനെ കാണുന്നത്, ലോകത്തിൽ പലയിടത്തും കാണുന്നത് പോലെ. അവരും യഥാർത്ഥ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ക്രിസ്തുവിനെ കാണുകയോ ക്രിസ്തുവിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. അത് ഉള്ളത് തന്നെ ചുരുക്കം പേരാണ്. അവർ നേരായ രീതിയിലല്ല ക്രിസ്തുവിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമൂഹം, ബഹുഭൂരിപക്ഷവും ഇപ്പോഴും പഴയ ന്യായപ്രമാണത്തിൻ്റെ വിശ്വാസത്തിലും അടിസ്ഥാനത്തിലും തന്നെയാണ്. അവർ ഈ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പോലെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ക്രിസ്തു ഇല്ല. അതുകൊണ്ട് തന്നെ ആ ദൈവം കണ്ട രണ്ട് കൂട്ടരെയും ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം എഫെസർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യം വായിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളെ എന്ന് പറഞ്ഞു. ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് യഹൂദർ ഇപ്പോഴും കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വരും. അധികം കാലം കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ക്രിസ്തു പറഞ്ഞതുപോലെയുള്ള പല അടയാളങ്ങളും സംഭവിക്കേണ്ടതുണ്ട്. ഒക്കെ സംഭവിച്ച് അതിൻ്റെ കാലസമ്പൂർണതയാവുമ്പോൾ ഈ പറഞ്ഞ യഹൂദ്യർക്കും ഇസ്രായേലർക്കും ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും. അവനെ കുത്തിയവർ അവങ്കിലേക്ക് നോക്കുമെന്നാണ് വചനം വായിക്കുന്നത്. അവനെ കുത്തിയവർ, ആരാ കുത്തിയവർ? യഹൂദന്മാരാണ് അവർ കുത്തിയവർ. കുത്തിയവരൊക്കെ മരിച്ചുപോയി. കുത്തിയവർ എന്ന് പറഞ്ഞാൽ അവരുടെ പിൻതലമുറ യഹൂദ്യർ യേശു ക്രിസ്തുവിലേക്ക് നോക്കും. ആ കാലം വരും. ആ കാലം വരുമ്പോൾ അതിനുശേഷം രണ്ടും ഒന്നായി മാറുന്ന യഥാർത്ഥ സംഭവം ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് ഭൂമിയിൽ സംഭവിക്കുന്ന തരത്തിലേക്കാവും. അവിടെ സഭ യുക്തമായി ചേർന്ന് ഒറ്റ മന്ദിരമായി തന്നെ ആകും. അവിടെ അവർ ജാതിയിൽ നിന്ന് വന്നവരെ അന്യരായിട്ട് കാണുകയില്ല. അവരെ ദൈവജനമായിട്ട് തന്നെ അവർ കാണും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയായ വാക്യങ്ങൾ. ഇത് എഫെസോസിലെ സഭയ്ക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും വായിക്കുകയും നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ, ലഭിച്ചിരിക്കുന്ന നന്മയുടെ, ലഭിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ, ലഭിച്ചിരിക്കുന്ന കൃപയുടെ ഒക്കെയും വാല്യൂ മനസ്സിലാക്കി നമ്മൾ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ട് ഒരുപാട് നന്ദിയുള്ളവരായി മുമ്പോട്ട് ജീവിക്കാൻ ഇടയാകണം. അതിനാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. പടിപടിയായി ഓരോ ദിവസവും കൂടുതൽ ആത്മീയമായി വളരുവാൻ ഈ പുസ്തക വായന ഭാഗങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു ദിവസം നല്ല കൃപകളാൽ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.